കുറഞ്ഞ ചെലവിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച വാട്ടർ ATM പദ്ധതി നിലച്ചിട്ട് 5 വർഷത്തോളം. തിരുവനന്തപുരം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് നാട്ടുകാരെ വെള്ളം കുടിപ്പിച്ച വാട്ടർ ATMന്റെ ദുരവസ്ഥ. വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളത്തിനായി നാട്ടുകാർ നെട്ടോട്ടമോടുമ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതാണ് വാട്ടർ ATM. കുറഞ്ഞ ചെലവിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി. മാതൃകാപരമായ പദ്ധതി, കൈയടിക്കേണ്ട പദ്ധതി. 1 രൂപയ്ക്ക് 1/2 ലിറ്റർ വെള്ളം, 2 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം, 5 രൂപയ്ക്ക് 5 ലിറ്റർ വെള്ളം, 10 രൂപയ്ക്ക് 10 ലിറ്റർ വെള്ളം. ഇതിനുള്ളിലൂടെ കോയിൻ ഇട്ട് കൊടുത്താൽ ഈ കാണുന്ന ടാപ്പിലൂടെ കുടിവെള്ളം വരും. 2019 കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. 2019 തുടർന്നുള്ള വർഷങ്ങളിലുമായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 5 ഇടങ്ങളിൽ ഇത്തരത്തിൽ വാട്ടർ ATMകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഉദ്ഘാടനം കഴിഞ്ഞ് 7-8 ദിവസം മാത്രമാണ് ഈ വാട്ടർ ATMലൂടെ വെള്ളം വന്നത്. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട 5 ഇടങ്ങളിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അക്വാസെക് എന്ന കമ്പനിയുടെ 5 വാട്ടർ ATM കൗണ്ടറുകൾ സ്ഥാപിച്ചത്. ATMൽ നാണയത്തുട്ട് നിക്ഷേപിച്ചാൽ ശുദ്ധീകരിച്ച കുടിവെള്ളം ടാപ്പിലൂടെ ലഭിക്കുന്നതാണ് പദ്ധതി. 1 ലിറ്റർ വെള്ളം 20 രൂപയ്ക്ക് കമ്പോളത്തിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നിടത്ത് 2 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭിക്കുന്ന പദ്ധതി സൂപ്പർ ഹിറ്റായി. ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ആശുപത്രിയിലും പ്രധാന കവലയിലും 2 രൂപയ്ക്ക് 1 ലിറ്റർ കുടിവെള്ളം ലഭിക്കുമെന്നത് വഴിയാത്രക്കാർക്കും തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും രോഗികൾക്കുമൊക്കെ വാട്ടർ ATM പ്രിയങ്കരമാകാൻ കാരണമായി. കരവാരം പഞ്ചായത്തിൽ വഞ്ചിയൂർ ജംഗ്ഷൻ, നഗരൂർ പഞ്ചായത്തിലെ കേശവപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രം, പുളിമാത്തു പഞ്ചായത്ത് ഓഫീസിന് മുൻവശം, പഴയകുന്നുമേൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, പള്ളിക്കൽ പഞ്ചായത്തിൽ പള്ളിക്കൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു വാട്ടർ ATM സ്ഥാപിച്ചത്. പദ്ധതി നടത്തിപ്പിലെ പിടിപ്പുകേട് കാരണം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വാട്ടർ ATM കൗണ്ടറുകൾ നോക്കുകുത്തികളായി മാറി. വഞ്ചിയൂരിലെ വാട്ടർ ATMന്റെ സ്ഥിതിയാണ് പരിതാപകരം. ഇവിടുത്തെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ കൊല്ലാൻ നിൽക്കും. അത് എന്തെങ്കിലുമൊക്കെ ശരിയാവും, വെള്ളം വരും, വരും, മറിച്ച വരും. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടാണ് റോട്ടിൽ കിടന്ന്. ഇവിടെ റോഡിൽ പൈപ്പ് ലൈൻ വേറെ ഇല്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു സഹായം എന്നും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവച്ച് 2-3 ദിവസം നടന്നു. പിന്നെ നമ്മൾ കണ്ടില്ല, മക്കളാണ് ഞാൻ കണ്ടിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് പോയവർക്ക് പിന്നെ ഒരാഴ്ച 2 ആഴ്ച മാത്രമേ വെള്ളം കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ വെള്ളം കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുകയാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് അങ്ങനെ അധികം യൂസ് ചെയ്ത് കണ്ടിട്ടുമില്ല, അങ്ങനെ വെള്ളം കിട്ടിയിട്ടുമില്ല. ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞിട്ട് വരണ ദിവസമാണെങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ 2 രൂപയ്ക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇത് ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോ എന്ന് സ്വയം ചിന്തിക്കണം ഈ വെച്ചവർ തന്നെ. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതിയുടെ നടത്തിപ്പിന് ടെൻഡർ നൽകിയിരിക്കുന്നത് അക്വാസെക് കമ്പനിക്കാണ്. വാർഷിക അറ്റകുറ്റപ്പണിക്ക് പണം അനുവദിച്ചാലേ ഇത് പ്രവർത്തിപ്പിക്കാനാകൂ എന്നാണ് കമ്പനിയുടെ വിശദീകരണം. പക്ഷേ ആ പദ്ധതി ഒരു ദിവസം പോലും നടന്നില്ല. പൈസ അവതാളത്തിലായി, അത്ര മാത്രമേ ഉള്ളൂ. ഏതോ കമ്പനിക്ക് കരാർ കൊടുത്തു, അവർ ഈ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ മെയിൻ്റനൻസോ മറ്റുള്ള കാര്യങ്ങൾ ഇന്നുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു വീടുകളിൽ നിങ്ങൾ എന്തൊരാവശ്യത്തിന് വെള്ളം ചോദിച്ചാലും പുറത്തേക്ക് കൊടുക്കാൻ അവരാവശ്യത്തിന് ഇല്ലാത്തൊരു കാലമാണ് ഈ സമയത്ത്. നമ്മളുടെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഒരുപാട് പേര് കിണറ്റുവെള്ളവും പുഴവെള്ളം വരെ കോരിക്കൊണ്ടു പോകുന്നൊരു സമസ്യയുണ്ട്. ഈ ശുദ്ധമായ കുടിവെള്ളം കൊടുത്താൽ ഇതുപോലെ ഉപകാരപ്രദമാകുന്നൊരു പദ്ധതി വേറെ ഏതുണ്ട്? പക്ഷേ ഇത് ആരോട് പരാതിപ്പെട്ടാൽ കേൾക്കാനുള്ള അധികാരികൾ എവിടെ? വേനൽ കടുത്തതോടെ കിളിമാനൂർ മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാകുകയാണ്. കുറഞ്ഞ ചിലവിൽ കുടിവെള്ളം ലഭിക്കുന്ന ജനപ്രിയ പദ്ധതി എത്രയും വേഗം പുനരുജ്ജീവിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ചൂടത്തും ഈ മനുഷ്യന് ഒരു തുള്ളി വെള്ളം ഗവൺമെൻറ് ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കി ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം ജനങ്ങൾ കിട്ടിയില്ലെങ്കിൽ കഷ്ടമാണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് ഇതിനെ തീ കത്തിക്കേണ്ട സമയമായി ഇതിനൊക്കെ എടുത്തിട്ട്. ഈ സംവിധാനം പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ സഹോദരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കുവാൻ ജനപ്രതിനിധികൾ തയ്യാറാകേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പഞ്ചായത്തിന് കൊടുക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി പദ്ധതി കൊണ്ടുവരിക, പോസ്റ്ററുകളും ഫ്ലെക്സുകളും അടിച്ചുവെച്ച് ഉദ്ഘാടന മഹാമഹം നടത്തുക, 4-5 ദിവസം പ്രവർത്തിച്ചതിനു ശേഷം പദ്ധതിയെ മരണശയ്യയിലേക്ക് തള്ളിവിടുക. അധികൃതരുടെ പിടിപ്പുകേടാണ് കാരണം. കുടിവെള്ളം മുട്ടിച്ച് പൊതുജനങ്ങളെ പരീക്ഷിക്കുന്നതിൽ നിന്ന് അധികൃതർ
പിന്മാറണം. നികുതി ഒടുക്കുന്ന പൊതുജനം കഴുതയല്ലെന്നോർക്കണം. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.